ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ഉച്ചത്തേക്കിന് വെച്ച കറികളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിക്കാം. ഇന്ന് ഞാൻ പരിപ്പും ചീരയും പരിപ്പും കൂടെ കറി വെച്ച് കേട്ടോ. പരിപ്പ് കറി പോലെ വെച്ചത്. നമ്മളൊരു പരിപ്പ് കറി വെക്കുന്ന പോലെ നല്ല ടേസ്റ്റായിരിക്കും. ഇതാണ് പരിപ്പും ചീരയും കൂടെ കറി വെച്ചതാട്ടോ. അപ്പം കാർത്തിക്കുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്ത് കാർത്തിക്കുട്ടി കഴിച്ചിട്ട് പോയി. കാർത്തിക്കുട്ടിക്ക് ഉച്ചയ്ക്കും രാവിലെയൊക്കെ ആയാലും സ്കൂളിൽ പോകുന്ന ദിവസം ഫുഡ് കഴിക്കാൻ വലിയ മടിയാട്ടോ. സ്കൂളിൽ കൊണ്ടുപോകുന്ന ദിവസമാണെങ്കിൽ കഴിക്കും. പിന്നെ മീൻ വറുത്ത് കേട്ടോ. മീൻ നല്ലോണം ഒന്ന് മുരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അമ്മമ്മയ്ക്ക് ഉച്ചക്കത്തേക്കിനുള്ള കഞ്ഞി ഒന്നും കൂടെ ചൂടാക്കുവാണ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇന്നധികം പാത്രമൊന്നുമില്ല കേട്ടോ. എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഒതുക്കി പറക്കി എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന നെയ്പാത്രം അതൊക്കെ ഒന്ന് പറക്കി ഒതുക്കി ഒന്ന് വെക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഉച്ചയൂണിൻ്റെ കറി. ഫുഡ് കഴിച്ചില്ല കേട്ടോ. ഫുഡ് കഴിച്ചില്ലയോ എന്ന് ചോദിച്ചാൽ വിശന്നപ്പം ശകലം നേരത്തെ ഒന്ന് കഴിച്ചായിരുന്നു. ഇപ്പം രാവിലെ ഇന്ന് വേറെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഏത്തയ്ക്ക കഴിച്ചു. ഏത്തയ്ക്ക കഴിച്ചാൽ മതിയല്ലോ നമുക്ക് വയറ് നിറയെ. പിന്നെ ഇനി വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ട്. തുണിയെല്ലാം കഴുകി വെക്കും. കാർത്തിക്കുട്ടി വന്നത് മുകളിൽ കൊണ്ടുവന്ന് വെക്കും, ഞാൻ വിരിക്കും. പിന്നെ ഉണങ്ങിയ തുണി കാർത്തിക്കുട്ടിയെ കൊണ്ടെടുത്തുകൊണ്ട് താഴെ കൊണ്ടുവരും. അതാണിപ്പം സർജറി കഴിഞ്ഞ് പിന്നെ എൻ്റെ ഒരു പതിവ്. അപ്പം നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ കാണാം. അപ്പോൾ വേണ്ട നമ്മുടെ പരിപ്പെന്ന് പറഞ്ഞാൽ ചീരയും പയറും കൂടെ ചോറും മീൻ ഫ്രൈയും അതുപോലെ ശകല അച്ചാറും പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. കല്യാണ സദ്യക്ക് നമ്മൾ സദ്യക്കൊക്കെ പോകുമ്പോൾ ഇതുപോലെ നെയ്യ് ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്ക് കഴിക്കാം. അപ്പം നമ്മുടെ ഫുഡ് കഴിച്ചു തുടങ്ങാം. നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇപ്പം എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ചിലർ കഴിക്കാൻ പോകുന്നുണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കൊള്ളാം. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.